നമസ്കാരം. ഞാനിന്നേ ഇപ്പം ഈ മാസം മാധവമാസം അല്ലെങ്കിൽ വൈശാഖ മാസം എന്നല്ലേ പറയുന്നത്. ഈ മാസത്തിന് ഒത്തിരി പ്രത്യേകതയുള്ള മാസമാണ്. അതായത് വൈകുണ്ഠനാഥനായിട്ടുള്ള ശ്രീനാരായണൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിലുള്ള സമയമാണെന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിലുള്ള സമയമാണെന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയോടുകൂടി ഭൂമിയിലുള്ള സമയം. അപ്പോൾ ഈ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് നടക്കുമെന്ന് പറയണം. ഈ ഒരു മാസം വൈശാഖ മാസം, അതായത് മാധവ മാസം. അപ്പം നിങ്ങൾ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് അല്ലാട്ടോ, രാവിലെ എണീറ്റ് ആദ്യം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ എന്നാന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മികളായ സ്ത്രീകളും പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ നിരാശപ്പെട്ടിരിക്കരുത്. നമുക്ക് ഇതൊന്നും ചുമ്മാ പറയണതാ, ഇതൊന്നും നടക്കില്ലാത്ത കാര്യമാണ്. നമ്മൾ 1-2 ദിവസം ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല. നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്തു നോക്കി, അത് നടക്കും. നമുക്ക് എന്താണേലും അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെന്തിനെ ആകർഷിക്കണം? ഭഗവാനോട് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു നോക്കിയാൽ, ഗുരുവായൂരപ്പൻ പ്രത്യേകിച്ച് എന്ത് കാര്യവും നടത്തിത്തരും. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ നിങ്ങൾ. അത് വിളക്കൊക്കെ കത്തിച്ച്, നെയ്വിളക്ക് കത്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കത്തിച്ച്, അല്ലാതെ സാധാ വിളക്ക് കത്തിച്ച്. മനുഷ്യർക്കൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മൾ ദുരിതങ്ങൾ വരുമ്പം, എന്തെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പം നമ്മൾ ഉടനെ ദൈവത്തിനെ കുറ്റപ്പെടുത്തും. പിന്നെ ഒരു ദൈവം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് നല്ല കാലം വരുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നുപോകും. അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ എന്നും സദാ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം. ഒരേ രീതിയിലുള്ള പ്രാർത്ഥനകളും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനുള്ള മനസ്സും, അതൊക്കെ നേരത്തെ രാവിലെ എണീറ്റൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 5:30 ആകുമ്പോഴെങ്കിലും എണീക്കാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ എണീറ്റിരുന്ന് നന്നായിട്ട് രാവിലെ പ്രാർത്ഥിക്കുക. വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. രാവിലെ പറ്റുന്നവർ, ജോലിക്കൊക്കെ പോണവർ തിരക്കാണെങ്കിലും അവരൊന്ന് ദൈവത്തെ മനസ്സിൽ കണ്ടിട്ടെങ്കിലും രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുക. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്കുണ്ടാകുന്നത്. നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രാർത്ഥിക്കാതെ ഇരിക്കുകയേ ചെയ്യരുത്. ഇതിപ്പം എന്നെ കേൾക്കുന്ന ഈ പ്രാർത്ഥന ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ വിചാരിക്കും ഒരു പ്രാർത്ഥനാക്കാരി വന്നേക്കുന്നു എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളൊന്ന് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന കുറവ്. ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര മടി, അമ്പലത്തിൽ പോകാൻ ഭയങ്കര മടി, വിളക്ക് കത്തിക്കാൻ മടി, കുളിക്കണോ, കുളിച്ചിട്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വേണോ അമ്പലത്തിൽ പോകാൻ, ഇങ്ങനെയൊക്കെ എല്ലാ സംശയങ്ങളാണ്. എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കണം? നിങ്ങൾ എങ്ങനെയെങ്കിലും കത്തിച്ചാൽ മതി, ഒരു തിരിയാണേലും മതി. നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നാരായണ 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 എന്ന് പറയാൻ വലിയ പാടൊന്നുമില്ലല്ലോ, ഒത്തിരി വലിയ വാക്കൊന്നുമില്ലല്ലോ. അതെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവർ 5 നേരം നിസ്കരിക്കണവരാ. അവരുടെ പ്രാർത്ഥനയ്ക്ക് അവർ മുടക്കുകയില്ല. ക്രിസ്ത്യൻസ് ആണേലും അവരെ വേദപാഠ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു വിടുന്ന, അവർ കുർബാന കൈക്കൊള്ളാനും പ്രാർത്ഥിക്കാനും ഞായറാഴ്ച പള്ളിയിൽ പോകാനും വൈകുന്നേരം കുരിശു വരയ്ക്കാനും ഒക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കാണ് മടി. ഹിന്ദുക്കളോടാണ് ഞാനീ പറയണത്. അവർ ഈ വൈശാഖ മാസം മൊത്തം പ്രാർത്ഥിക്കുക. നന്നായി പ്രാർത്ഥിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ല ഒരു മാർഗവും നമുക്ക് തെളിഞ്ഞു കിട്ടും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് ചുമ്മാ പറയുന്നതൊന്നുമല്ല, അനുഭവം കൊണ്ട് തന്നെ പറഞ്ഞു തന്നെ. ഞാൻ ഏത് പ്രതിസന്ധി വന്നാലും ആ ഘട്ടത്തിലൊന്നും ഞാൻ ഒരിക്കലും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അതിൽ നിന്നെല്ലാം ഞാൻ കയറി പോന്നിട്ടുമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് തന്നെ, നമ്മൾ എന്ത് വന്നാലും നമ്മൾ വിടരുത്. നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പം അയ്യോ എനിക്ക് കഷ്ടകാലം വന്നേ, ഇത് പ്രാർത്ഥിച്ചിട്ട് എന്നാ ഫലം ഇരിക്കണം, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എന്ത് വന്നാലും നമ്മൾ പ്രാർത്ഥന കൈവിടരുത്. നമ്മളതിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോയിക്കോണം. ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്.